ബി.ജെ.പിയുടെ തമിഴ്നാട് ദേശീയ അധ്യക്ഷനായിരുന്ന അണ്ണാമലൈ ഇപ്പോൾ ആ സ്ഥാനം മാറി ഇപ്പോൾ മറ്റൊരു പുതിയ നേതാവാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ബി.ജെ.പിയുടെ അധ്യക്ഷനായി വന്നിരിക്കുന്നത്. എന്നാൽ തമിഴ്നാട് ബി.ജെ.പി അധ്യക്ഷനായി മാറിയതിനു ശേഷം അണ്ണാമലയ്ക്ക് എന്ത് സ്ഥാനമാണ് ബി.ജെ.പി നൽകാൻ പോകുന്നത് എന്നുള്ള ചോദ്യം വളരെ വലിയ തോതിൽ തന്നെ നിറഞ്ഞു നിന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അതിനുള്ള ഉത്തരം അമിത്ഷാ തന്നെ പ്രഖ്യാപിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അതായത് അണ്ണാമലയ്ക്ക് ദേശീയ തലത്തിൽ തന്നെ പദവി ലഭിക്കുമെന്ന് തന്നെയാണ് അമിത്ഷാ തുറന്നടിച്ചു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം തമിഴ്നാട്ടിൽ തന്നെ പ്രവർത്തിക്കുമെന്നും അമിത്ഷാ തുറന്നടിച്ചു പറഞ്ഞു. അതായത് തമിഴ്നാടിന് പുറത്ത് അണ്ണാമലയ്ക്ക് വലിയൊരു പദവി ലഭിക്കുമെന്ന് അമിത്ഷാ ഇപ്പോൾ സൂചന നൽകുന്നത് ഇതാദ്യമല്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഏപ്രിലിൽ അണ്ണാമലൈ സംസ്ഥാന ബി.ജെ.പി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും നൈനാർ നാഗേന്ദ്രനെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി നിയമിക്കുകയും ചെയ്ത ശേഷം സംസ്ഥാനത്തെ അദ്ദേഹത്തിന്റെ സേവനത്തെ അമിത്ഷാ പ്രശംസിച്ചിരുന്നു. എന്നാൽ ഇതാ വീണ്ടും തമിഴ്നാട് ബി.ജെ.പി നേതാവ് കെ അണ്ണാമലൈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നും അതേസമയം ദേശീയ തലത്തിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ ഇന്നലെ പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അണ്ണാമലൈയുടെ നേതൃത്വത്തെ പ്രശംസനീയമെന്ന് അമിത്ഷാ വിശേഷിപ്പിച്ചിരുന്നു. അണ്ണാമലൈയുടെ നേതൃത്വത്തെ അഭിനന്ദനീയം എന്ന് വിശേഷിപ്പിച്ച അമിത്ഷാ തമിഴ്നാട്ടിൽ പാർട്ടിയുടെ സാന്നിധ്യം വികസിപ്പിക്കുന്നതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങൾ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകുന്നതിലും അദ്ദേഹം നടത്തിയ ശ്രമങ്ങളെ എടുത്തു കാണിച്ചു. പാർട്ടിയുടെ ദേശീയ ചട്ടക്കൂടിൽ അണ്ണാമലൈജിയുടെ സംഘടനാ കഴിവുകൾ ബി.ജെ.പി പ്രയോജനപ്പെടുത്തുമെന്നും അമിത്ഷാ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. തമിഴ്നാട് ബി.ജെ.പി യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ കെ അണ്ണാമലൈജി പ്രശംസനീയമായ നേട്ടങ്ങൾ കൈവരിച്ചു എന്നും പാർട്ടിയുടെ ദേശീയ ചട്ടക്കൂടിൽ അണ്ണാമലൈജിയുടെ സംഘടനാ കഴിവുകൾ ബി.ജെ.പി പ്രയോജനപ്പെടുത്തുമെന്നും ഷാ ഇതിനു മുന്നേ തന്നെ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ അണ്ണാമലയ്ക്ക് പദവി നൽകുമെന്ന തരത്തിൽ അമിത്ഷാ ഇപ്പോൾ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അതായത് കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെ അണ്ണാമലയ്ക്ക് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അമിത്ഷായുടെ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അണ്ണാമലയ്ക്ക് ആ ഒരു പദവി ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹിയിലല്ല, അദ്ദേഹം തമിഴ്നാട്ടിൽ തന്നെ പ്രവർത്തിക്കുമെന്ന തരത്തിലും അമിത്ഷാ സൂചിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, അണ്ണാമലൈ വന്നതിന് ശേഷം തന്നെയാണ് ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ ഒരു വലിയ തോതിലുള്ള ഒരു ഉണർവ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തം തന്നെയാണ്. പലതരത്തിൽ അണ്ണാമലൈ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവായി മാറിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് തമിഴ്നാട്ടിൽ. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അണ്ണാമലൈയുടെ ഈ ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് കേന്ദ്ര നേതൃത്വത്തിന് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന തരത്തിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമ്പോഴും തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ വലിയൊരു പദവി അദ്ദേഹത്തിനെ തേടി എത്തുന്നത് അത് അമിത്ഷാ തന്നെ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നതും തീർച്ചയായിട്ടും അത് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.